നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വിഷം പാനം ചെയ്തതിനു ശേഷവും മഹാദേവൻ ദേവന്മാരുടെ ദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ മറുവശത്ത് അമൃത് പാനം ചെയ്ത് കഴിഞ്ഞതിനു ശേഷവും രാഹുവും കേതുവും അസുരന്മാരായി തന്നെയാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട്? അതിന്റെ കാരണമാണ് ഭാവം. നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പുറകിലുള്ള നിങ്ങളുടെ ആ ഭാവം, അത് അത്യധികം മഹത്വപൂർണമാണ്. ഈ പ്രപഞ്ചം ഏതെങ്കിലും വ്യക്തിയെ അറിയുന്നത് അങ്ങനെയാണ്, കർമ്മങ്ങൾക്ക് പിന്നിലുള്ള അവരുടെ ഭാവത്തിൽ നിന്ന്. ആരെങ്കിലും പരോപകാരം ചെയ്യുമ്പോൾ അതിന് പിന്നിലുള്ള അവരുടെ ഭാവം സ്വാർത്ഥതയാണെങ്കിൽ ആ പരോപകാരിയായ മനുഷ്യൻ അവനെ തന്നെയാണ് മഹത്വപൂർണമായി കാണുന്നത്. ഇനി നിങ്ങളുടെ കർമ്മത്തിന് പുറകിലുള്ള നിങ്ങളുടെ ഭാവം ഉചിതമാണെങ്കിൽ ശാപം പോലും വരദാനമായി പരിവർത്തനം ചെയ്യപ്പെടാവുന്നതാണ്. അഥവാ നിങ്ങളുടെ കർമ്മത്തിന് പുറകിലുള്ള ഭാവം അനുചിതമാണെങ്കിൽ ആ വരദാനം ശാപമായി മാറുവാനും അധിക സമയം വേണ്ടിവരില്ല. ഈ സമസ്തവും നിയന്ത്രിക്കുന്നത് കർമ്മങ്ങളും ഭാവങ്ങളുമാണ്. ശുദ്ധ മനസ്സോടെ പറഞ്ഞാലും രാധേ രാധേ.